മിസ്രൈമി ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? ഞങ്ങളെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഞങ്ങളെ കഷ്ടപ്പെടുത്തി ചോദിച്ചപ്പോൾ യഹോവയായ ദൈവത്തിന്റെ ദാസനായ മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. യഹോവ നമുക്ക് വേണ്ടി വൻ കാര്യം ചെയ്യും. യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മൗനമായിരുന്നാ മതി. അതേ പ്രിയരെ, യേശു കർത്താവിനെ വിധിച്ചപ്പോൾ, കുറ്റപ്പെടുത്തിയപ്പോൾ യേശു മൗനമായെങ്കിൽ ഈ ഇസ്രായേൽ മക്കളുടെ പുറകെ ഫറവോന് സൈന്യം വന്നപ്പോൾ അവർ മരണത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ മോശയിൽ കൂടെ ഇസ്രായേലിനോട് പറഞ്ഞതുപോലെ നിങ്ങൾ മിണ്ടാതിരിക്കുക, മൗനമായിരിക്കുക, യഹോവ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതയാത്രയിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ, അല്ല നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾ നേരിടുന്ന ചില തിക്താനുഭവങ്ങൾ, നിങ്ങൾ മനസ്സാ വാച അറിയാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച് നിങ്ങളെ കുറ്റക്കാരാക്കി നിങ്ങളെ കുറ്റം വിധിക്കുമ്പോൾ യേശു കർത്താവിനെ കുറ്റം പറഞ്ഞതുപോലെ യേശു അറിയാത്ത, യേശു ചെയ്യാത്ത കാര്യങ്ങൾ യേശുവിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ച് ക്രൂശിക്കാൻ വേണ്ടി ഒരുപറ്റ മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും റെഡിയായി നിന്നതുപോലെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ തകർക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത എടുത്ത് കളയുവാൻ, നമ്മുടെ കുടുംബജീവിതത്തിലെ സമാധാനത്തെ നശിപ്പിക്കുവാൻ പിശാച് തൻ്റെ തന്ത്രങ്ങൾ മെനഞ്ഞു വരുമ്പോൾ മോശ പറഞ്ഞതുപോലെ മൗനമായിരുന്നാൽ മതി, മിണ്ടാതിരുന്നാൽ മതി, ദൈവം എന്ന് നീ അറിഞ്ഞുകൊള്ളും.